വലിയ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുന്നത് വിയപുരം ചുണ്ടൻ. ഒരിക്കൽ കൂടി അവർ കപ്പ് നേടിയിരിക്കുന്നു. 3ാം തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുമ്പോൾ ഇത്തവണ അവർക്കതൊരു കണക്ക് തീർക്കൽ കൂടിയാണ്. മധുര പ്രതികാരത്തിന്റെ കഥയാണ് ഇത്തവണ അവർ പറയുന്നത്. മൈക്രോ സെക്കൻഡുകൾക്ക് കഴിഞ്ഞവണ കപ്പ് കൈവിട്ടുപോയി. ഇത്തവണ രണ്ടും കൽപ്പിച്ചുള്ള വരവായിരുന്നു. ആ വരവ് ഫലം കണ്ടിരിക്കുന്നു. നെഹ്റു ട്രോഫി കപ്പിൽ മുത്തമിട്ടു. അവർ ജലരാജാവായിരിക്കുന്നു. പുന്നമടയിലെ വീരനായി വീരു മാറിയിരിക്കുന്നു. വീരുവിലൂടെ തന്നെ തുഴയെറിഞ്ഞ് അവർ ഇത്തവണ കപ്പ് നേടിയിരിക്കുകയാണ്. വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തോടെ തന്നെയാണ് ഇത്തവണ അവർ എത്തിയത്. അതിനുള്ള പ്രയത്നമൊക്കെ ആയിരുന്നു കഴിഞ്ഞ നാളുകളിൽ. കഴിഞ്ഞ ഒരു വർഷമായി അവർ നടത്തിയിരുന്ന കഠിന പ്രയത്നം അത് ഫലം കണ്ടു. ഇത്തവണ വീറോടെ തന്നെ വിയ്യപുരം ജേതാക്കളായി മടങ്ങുകയാണ്. മനീഷ് മഹിപാൽ ഒരിക്കൽ കൂടിയുണ്ട്. മനീഷ്, ഇത് ഈ മൈക്രോ സെക്കൻഡിൻ്റെയൊക്കെ വില എത്രത്തോളം ഉണ്ട് എന്നത് കഴിഞ്ഞ തവണ അവർക്ക് കണ്ണീർ നൽകിയതാണ് ഈ മൈക്രോ സെക്കൻഡുകൾ. അതുകൊണ്ട് തന്നെ ഇത്തവണ രണ്ടും കൽപ്പിച്ചുള്ള അവരുടെ പോരാട്ടം അത് എങ്ങനെയായിരുന്നു? അവരുടെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രയത്നം, അവരുടെ പരിശീലനം, അതെല്ലാം എങ്ങനെയായിരുന്നു? അനുജ, വില്ലേജ് ബോട്ട് ക്ലബ്ബുകാരെ സംബന്ധിച്ച് അത് അവർക്ക് കഴിഞ്ഞ തവണ പോലീസിന്റെ അടക്കം മർദ്ദനമേറ്റു വാങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അന്ന് മൈക്രോ സെക്കൻഡുകൾക്ക് പിന്നിലായപ്പോൾ തങ്ങളാണ് വിജയിച്ചതെന്ന വാദവുമായി എത്തുകയും പിന്നീട് പോലീസ് ലാത്തിചാർജ് നടത്തുകയും തുഴച്ചിലുകാർക്കടക്കം പരിക്കേൽക്കുകയും അന്നുണ്ടായ രക്തം, അന്ന് പൊടിഞ്ഞ രക്തത്തിന് അർത്ഥമുണ്ടായി. അതിന്റെ മറുപടിയാണ് ഇന്നത്തെ വിജയമെന്നാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബുകാർ പറയുന്നത്. അങ്ങനെ വിയ്യപുരം വില്ലേജ് ബോട്ട് ക്ലബിന്റെ ചിറകിലേറി നെഹ്റു ട്രോഫിയുമായി അങ്ങ് കുട്ടനാട്ടിലേക്ക് പോവുകയാണ്. മറ്റൊരു കാര്യം, ഇത് വില്ലേജ് ബോട്ട് ക്ലബിന്റെ പോരാട്ട വിജയത്തിന്റെ കഥ കൂടിയല്ല ഇന്നത്തെ മത്സരം. കാരണം ഇന്ന് വരവറിയിച്ചിട്ടുള്ളത് പുന്നമട ബോട്ട് ക്ലബ്ബാണ്. നടുഭാഗം ആദ്യം മുതൽ തന്നെ വിസ്മയിപ്പിക്കുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഫൈനലിലേക്ക് തന്നെ എത്തിയത് വലിയ പോരാട്ടം നടത്തിയാണ്. അവരാണ് 2ാം സ്ഥാനം. പക്ഷേ 2ാം സ്ഥാനം ഔദ്യോഗികമായ നിലവിൽ പുറത്തുവിട്ടിട്ടില്ല. അത് ജൂറിയുടെ ചില പരിശോധനകൾക്ക് ശേഷം മാത്രമേ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും 4ാം സ്ഥാനവും പുറത്തുവിടുകയുള്ളൂ. കാരണം നടുഭാഗം ചുണ്ടനെതിരെയുള്ള ആരോപണം 25% മാത്രമാണ് പ്രൊഫഷണൽ തുഴച്ചിലുകാരെ പുറത്തു നിന്നുള്ള ആളുകളെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നിയമവല തെറ്റിച്ചുകൊണ്ട് 25%-ലധികം, ഏകദേശം 45 തുഴച്ചിലുകാരെ നടുഭാഗം ചുണ്ടൻ, പുന്നമട ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ 45 പേരെ പുറത്തു നിന്ന് എത്തിച്ചു എന്ന പരാതി കൊടുത്തത് നിരണം ക്ലബും ഒപ്പം തന്നെ PBCയും തലവടി ചുണ്ടൻ തുഴഞ്ഞ UBC ക്ലബുമാണ്. അങ്ങനെ 3 ക്ലബ്ബുകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ച ശേഷമായിരിക്കും 2, 3, 4 സ്ഥാനങ്ങൾ ഡിക്ലെയർ ചെയ്യുക. എങ്കിൽ കൂടി 2ാം സ്ഥാനത്തേക്ക് എത്തിയ പുന്നമടയുടെ നേട്ടം, പുന്നമടയുടെ പ്രകടനം കൂടി നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. ആദ്യ മത്സരങ്ങളിൽ തന്നെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പുന്നമട ഇവിടെ വലിയ മത്സരം കാഴ്ചവെച്ചു. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ തന്നെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് അവർ നടത്തിയിട്ടുള്ള പോരാട്ടം, അവർ നടത്തിയിട്ടുള്ള മത്സരം അത് വ്യക്തമായ ഈ പറയുന്ന വള്ളപ്പാട് അല്ലെങ്കിൽ തുഴപ്പാടുകൾക്കുള്ള വിജയം ഒരു മറുപടി കൂടിയാണ്. ഏതെങ്കിലും ഒരു മൈക്രോ സെക്കൻഡുകൾക്ക് കഴിഞ്ഞ തവണ അവർ പരാജയപ്പെട്ടു പോയെങ്കിൽ ഇത്തവണ അത് വ്യക്തമായ തുഴപ്പാടുകൾക്ക് ജയിച്ചു എന്നതിന്റെ മറുപടിയാണ്. ഒപ്പം തന്നെ പള്ളാത്തുരുത്തിക്ക് ഏറ്റിരിക്കുന്നത് ഇരട്ടി പ്രഹരമാണ്. കാരണം ഇരട്ട റെക്കോർഡിന് വേണ്ടി ഇത്തവണ ജയിച്ചാൽ അത് 6ാം വിജയമാണ് തുടർച്ചയായ. അങ്ങനെ 6ാം വിജയം അവർക്ക് സാധിക്കാതെ വന്നു. അങ്ങനെ അവർക്കുണ്ടായ തിരിച്ചടി, അവർക്കുണ്ടായ പ്രഹരം വലുതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കും, അതായത് വില്ലേജ് ബോട്ട് ക്ലബിന് ഇത് ഇരട്ടി മധുരമാണ്. ഒരു തരത്തിൽ അത് മറുപടി കൊടുക്കുന്നു. മധുരപ്രതികാരം വീട്ടി മറുപടി കൊടുത്തു. ഇത്തവണ വ്യക്തമായ ആധിപത്യത്തോടെ തന്നെ വിയ്യപുരം ചുണ്ടൻ ജലരാജാവായി മാറി നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടു.